ഹായ്, എല്ലാവർക്കും CNATസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യലിൻ്റെ വീഡിയോ അല്ല, ഒരു ഷോർട്ട് വീഡിയോയാണ്, ഒരു ഹോം വീഡിയോയാണ്. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലുള്ളൊരു മരമാണ് കേട്ടോ, ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ്. ഇത് എന്നതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇത് നമ്മളിവിടെ വീട് മേടിച്ചിട്ട് 5 വർഷമായുള്ളൂ കേട്ടോ. അപ്പോൾ വീട് മേടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഈ ഇത് മരം അന്ന് പൂത്തട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ആപ്പിളിൻ്റെ മരമാണെന്നും പറഞ്ഞാണ് തന്നവർ നമ്മൾ മേടിച്ചവർ പറഞ്ഞിരുന്നത്. അപ്പം കായ്ച്ചിട്ട് എന്താണെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ നമ്മൾ വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് പൂവിട്ട് തുടങ്ങി. അപ്പം നമ്മൾ ഇതിൻ്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അറിയണത് ഇത് മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഒരു മരമാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇത് 2 കൊല്ലം ഇതിപ്പോൾ 3-ാം കൊല്ലമായിട്ടോ പൂക്കുന്നത്. പക്ഷേ ആദ്യം പൂത്തപ്പോഴൊക്കെ നമുക്കിത് പൂവുണ്ടായിട്ട് കൊഴിഞ്ഞു പോകട്ടോ. ഇതുവരെ കാ പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് ആൺമരം ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പരാഗണം നടക്കാത്തതുകൊണ്ടാണ് കാ പിടിക്കാത്തത്, പൂ കൊഴിഞ്ഞു പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട്. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇത് ഇത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ പൂവിടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസമാണ് ഇത് പൂവിട്ട് തുടങ്ങിയത്. കുരുകുരുന്ന് വന്നിട്ട് ഇത് ഇപ്പോൾ ഇത്രയും വലിപ്പമായുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിരുന്നാണ് കേട്ടോ. അപ്പം നല്ല ഡാർക്ക് കരി മെറൂൺ നിറത്തിലാണ് കേട്ടോ. ഇച്ചിരൂടെ ചെറുതാർന്ന് ഇരുന്നേ. ഇപ്പോൾ ഇത് നിറം മാറി വരുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ കണ്ടോ, ഒരെണ്ണത്തിൻ്റെ നിറം മാറി വരുന്നുണ്ടോ. ഇച്ചിരൂടെ പൂ വലുതായി വരുന്നതനുസരിച്ച് ഇതിൻ്റെ ചെറിയ ഇച്ചിരൂടെ മെറൂൺ കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളറിലോട്ട് മാറി വരും കേട്ടോ. നമ്മൾ കണ്ടതാ വരുന്നുണ്ടോ, ഇതുണ്ട് ഇതിൻ്റെ കളർ കണ്ടോ, ഇച്ചിരൂടെ റെഡ് കളറിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴം ഞാനൊരു വീഡിയോയിൽ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ എവിടെയോ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ കളറിൽ ഇച്ചിരൂടെ റെഡ് കളർ പോലൊരു കളറിലാണ് അതിൻ്റെ പഴം കാണുന്നത്. ആ മരമാണെന്ന് തോന്നണു ഏകദേശം കണ്ടിട്ട്. ഇതിൻ്റെ താഴെ ചോട് തൊട്ടേ ഞങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞാട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിനും കമ്പ്, ഈ മരത്തിന് നമ്മൾ ജാതിമരം പോലെ ചുറ്റിനും കമ്പ് വെച്ച് ഇങ്ങനെ തട്ട് പോലെ നിറയെ ഇലയും കമ്പുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കായ്ക്കാതെ വന്നു കഴിഞ്ഞപ്പം ചേട്ടനത് കുറേ വെട്ടിക്കളഞ്ഞു. വെറുതെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കേണ്ട, വെറുതെ മുറ്റത്ത് കാട് പോലെ നിലം പറ്റ നിർത്തിക്കൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ അത് ഇത്രയും ആയത്. അത് മോള് വരുന്നതിൻ്റെ കാണാമെന്നറിയില്ല. ഇതേ ചില്ല വരെ മേള് വരെ ഇതുപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നിറയെ പൂത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പൂത്തുണ്ടായില്ല, കുറേ കമ്പ് വെട്ടിക്കളഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം നിറയെ പൂത്തുണ്ട്. പിടിക്കുമെന്നറിയില്ല ഈ തവണയും. തീർച്ചയായിട്ടും കായുണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണോ സാധനം എന്നൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കായൊക്കെ പിടിക്കുവാണ്, പഴം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, ബൈ.